ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കണം. ഇന്നതേ നമ്മൾ ചാവക്കാട് അടുത്ത് തൃശ്ശൂർ ചാവക്കാട് അടുത്ത് പഞ്ചവടിയുള്ള ഫാമിലിയിലാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മളിത് ആക്ച്വലി എറണാകുളത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ കുറച്ച് നാൾ മുന്നാണ് നമ്മളറിഞ്ഞത് ഇവിടെ തൃശ്ശൂരും ഈ ഫാം വെല്ലി ഉണ്ടെന്ന്. ഇവിടെ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ എല്ലാ മൃഗങ്ങളെയും തൊടാനും ഫീഡ് ചെയ്യിക്കാനും ഒക്കെ സമ്മതിക്കും. ഈ പാമ്പിനൊക്കെ അവർ കഴുത്തിലൊക്കെ ഇട്ട് തരും. അങ്ങനെ നല്ല സ്ഥലമാണെന്നാണ് കേട്ടത്. അപ്പം നമുക്കെല്ലാവർക്കും ഈ ഫാമിലിയുടെ കാഴ്ചകളൊക്കെ കാണാം. സോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ എത്തിയപ്പോൾ ആക്ച്വലി ഒരു 4:30 ആയിട്ടുണ്ടായിരുന്നു. 6:30 വരെ ഉള്ളൂ. 6:30 ആകുമ്പോൾ അത് ക്ലോസ് ചെയ്യും. അപ്പോൾ 4:30 ആയപ്പോഴേക്കും നമ്മളവിടെ എത്തി. പിന്നെ ഇവിടുത്തെ എൻട്രി ഫീസ് ഒരാൾക്ക് 100 റുപ്പീസ് ആയിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 100 ആയിരുന്നു തോന്നുന്നുണ്ട്. ഇവരിവിടെ ഫസ്റ്റ് തന്നെ വെച്ചേക്കുന്ന, അതായത് നമ്മൾ ഗേറ്റ് കടന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ഒട്ടകമാണ് കേട്ടുള്ളത്. ആക്ച്വലി ഞാൻ ഒട്ടകത്തിനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ട് കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, മറക്കാനാവാത്ത സമ്മാനം എനിക്ക് ഒട്ടകം തന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവർക്കായിട്ട് ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതവരെ നേരത്തെ കണ്ട ഷുഗർ ഗ്ലൈൻഡർ അതിനൊക്കെ നമ്മുടെ മേത്തൊക്കെ വെച്ച് തരും. അതൊക്കെ ഇങ്ങനെ മേത്ത് വന്നിരിക്കുമ്പോൾ നല്ല രസമാണ്. നല്ല ചെറുതല്ലേ, നല്ല ക്യൂട്ടായിരുന്നു. ഇപ്പോൾ ഇവിടേക്ക് ആക്ച്വലി പോകാൻ കാരണം നമ്മുടെ ഒരു അങ്കിൾ ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു. മുംബൈയിൽ നിന്നാണ് അവർ വന്നത്. അപ്പോൾ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പുറത്തേക്ക് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോഴും പോകത്തില്ലായിരുന്നു. സോ അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി പോയത്. പക്ഷേ നഷ്ടമൊന്നും ആയില്ല. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ഥലം നല്ല സ്ഥലമായിരുന്നു. എല്ലാ ആനിമൽസിനും തൊടാനും ഫീഡ് ചെയ്യാനൊക്കെ അവർ സമ്മതിക്കുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ കണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള മിക്ക ആനിമൽസ് ഓർ ബേർഡ്സ് ഇവരൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കാരണം നമുക്ക് ആ ബോർഡിൽ എഴുതി വെച്ചേക്കുന്നത് കാണാം, ഫ്രം ഓസ്ട്രേലിയ, ഫ്രം USA അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടൊക്കെ കാണാം. ആ ഒരു അറിവാണ്. നമ്മളിപ്പോൾ അവരോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ കണ്ടത് വെച്ച് ഇതൊക്കെ കൂടുതലും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ആനിമൽസ് ഓർ ബേർഡ്സ് ആണ്. പിന്നെ നമ്മളിവിടേക്ക് വന്നത് ഒരു സൺഡേ ആയിരുന്നു. വീക്കെൻഡ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് അത്ര വലിയ തിരക്കൊന്നും തോന്നിയില്ല. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കാർ ഈ സ്ഥലമൊക്കെ അറിഞ്ഞു വരുന്നുള്ളൂ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണോ തോന്നുന്നു ഇവർ നമ്മളെ ഈ ആനിമൽസിനൊക്കെ തൊടാനും അതിനൊക്കെ സമ്മതിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ മേ ബി ആൾക്കാർ കൂടി ഫേമസ് ആയി കഴിഞ്ഞാൽ എല്ലാവരെ കൊണ്ടൊന്നും അങ്ങനെ തൊടാൻ സമ്മതിക്കില്ലായിരിക്കും. ഇത് ജസ്റ്റ് എൻ്റെ ഒരു തോന്നലാണ്, പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതെന്താ മിനി ലോബ് ഒറിജിൻ ജർമ്മനി. ജർമ്മനി. പിന്നെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ കേജസിൽ കുറേ കാറ്റ്സിനെ കിട്ടുന്നുണ്ടായി. പേർഷ്യൻ കാറ്റ്, അങ്ങനെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ നിന്നുള്ള കാറ്റ്സ്. ഇവർ അവസാനിക്കാറായപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ കേജൊക്കെ തുറന്ന് നമ്മളതിനെ പിടിക്കാനൊക്കെ സമ്മതിച്ചു കേട്ടോ. കാറ്റ്സിനൊക്കെ വെച്ച് തന്നു, കയ്യിലൊക്കെ വെച്ച് തന്നായിരുന്നു. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇതിലിപ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരുമായിട്ടാണ് പോയത്. അപ്പച്ചനും അമ്മയും എല്ലാവരുമായിട്ടാണ് പോയത്. അപ്പോൾ ഡാനീനെ മാറിയെടുക്കാൻ ആൾക്കാരുണ്ടായി. ഇപ്പോൾ ഈ പാമ്പിനെയും ഇങ്ങനെയുള്ള അനിമൽസിനൊക്കെ തൊട്ടിട്ട് പിന്നെ ഡാനീനെ പിടിക്കാൻ എനിക്കങ്ങനെ തോന്നുന്നുണ്ടായില്ല. അതുകൊണ്ട് ഇവരുള്ളത് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അവരെന്നെയായിരുന്നു എടുത്ത് നടന്നിരുന്നത്. അതുകൊണ്ട് എനിക്ക് പാമ്പിനെയൊക്കെ പിടിക്കാനും ഈ കാണുന്ന കാറ്റ്സിനൊക്കെ തൊടാനും അങ്ങനെയൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. ലാസ്റ്റ് ഹാൻഡൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് വന്ന് എടുത്താൽ മതിയല്ലോ അവൻ പിന്നെ വലിയ ബഹളം ഉണ്ടാക്കിയില്ല. നല്ല കുട്ടിയായിരുന്നു. എല്ലാവരെയും കണ്ടപ്പോൾ അവന് ഭയങ്കര കൗതുകമായിരുന്നു. അവന് ഈ ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നോക്കിയിരിക്കും, നന്നായി വാച്ച് ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ കണ്ടില്ലേ ഒരു പൈത്തണ്, ഒരു വൈറ്റ് കളറ്. ആ പൈത്തനെ കേട്ടോ നമ്മളെ കഴുത്തിൽ വെച്ചെന്ന്. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇവർ വേറെ ഇതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ട്രെയിൻ ചെയ്തെടുത്ത പാമ്പിനൊക്കെ ആവും നമ്മുടെ കഴുത്തിൽ വയ്ക്കാമെന്നാണ്. ഇത് വെച്ച് അതും കഴിഞ്ഞ് അവർ കേജിൽ കൊണ്ടുപോയി ഇടുമ്പോഴാണ് മനസ്സിലായത് ഇതിനെയാണ് നമുക്ക് വെച്ച് തരുന്നതെന്ന്. ഇതിൻ്റെ വെനമൊക്കെ കളഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല.
ആള് വെച്ചെന്നു അതിനെ കഴുത്തിലിട്ടു. ആളോടുള്ളൊരു വിശ്വാസം, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. പിന്നെ നിങ്ങൾക്കിത് ഈ വീഡിയോ ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് നല്ല അത്യാവശ്യം പേടിയുണ്ട് ഈ സാധനത്തിനടുത്ത് കഴുത്തിലിടാൻ വേണ്ടിയിട്ട്. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ചേരാനൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ വെക്കണത് ചേരാനെന്നല്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തത്തകളില്ലേ, ഇപ്പോൾ ഈ കാണുന്ന തത്തകളെ ഫീഡ് ചെയ്യിക്കാനോ അവരുടെ കേജിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റി. അത് നല്ല രസമുണ്ടായിരുന്നു കുറേ. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.